എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് മെയ് 2024 ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Wands, Two of Cups, Eight of Pentacles, 6 of Pentacles, Chariot, Lovers energy and 10 of Cups. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീനസ് എനർജി ശുക്രന്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ, പല രീതിയിലുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു മാസം. നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അവധിയുള്ള സമയവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പൊതുവിൽ സന്തോഷമുള്ള, ജനറലി വളരെ സന്തോഷമുള്ള സമയമാണ്. ഫാമിലി സിറ്റുവേഷൻ ആണ്. 2 of Cups, Lovers energy, 10 of Cups. ഫാമിലി വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം, ജോലി, സാമ്പത്തികം, വിദ്യാഭ്യാസം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയം. Queen of Wands and 2 of Pentacles energy, 2 of Cups എനർജിയാണ്. വളരെയധികം ഒത്തിരി നാളുകൾക്ക് ശേഷം ഫാമിലി ലൈഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, കമിതാക്കൾ തമ്മിൽ, പ്രണയിതാക്കൾ അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്നേഹം വളരെയധികം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ഒത്തിരി സ്നേഹം, നിങ്ങൾ എല്ലാവരും വിവാഹിതരായിട്ടുള്ളവർ തമ്മിൽ സ്നേഹം ഉണ്ടായേക്കാം. പക്ഷെ അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനോ സന്തോഷം അനുഭവിക്കാനോ ജീവിതം ആസ്വദിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ ഒരു മാസം അങ്ങനെ സ്നേഹം അനുഭവിക്കാനും പങ്കുവയ്ക്കാനും പ്രകടിപ്പിക്കാനും പറ്റിയ സമയമാണ്. ചില ആളുകൾ നിങ്ങൾ വിവാഹശേഷം, കുട്ടികളായതിനു ശേഷം, ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ വലുതായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും, എങ്ങനെയായാലും കുട്ടികളുണ്ടായ ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് രണ്ടുപേരും മാത്രമായിട്ടൊരു ഡിന്നറോ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കാനോ പുറത്തു പോകാനോ പറ്റിയിട്ടില്ല എങ്കിൽ അതിനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ കിട്ടുന്നുണ്ട്. യാത്രകൾ, ഒരുമിച്ചുള്ള യാത്രകൾ പറ്റുന്നുണ്ട്. ചില ആളുകൾക്ക് ഒരു സെക്കൻഡ് ഹണിമൂൺ എന്ന് പറയാവുന്ന ഒരു അവസരം തന്നെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയമാണ് ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു വികാരം. ഈ ഒരു സമയത്ത് സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞൊരു അന്തരീക്ഷവും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയുന്നു. അതേപോലെ പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റിയ സമയമാണ്. കലാരംഗത്തൊക്കെ ഉള്ളവർ വളരെയധികം സന്തോഷം നിറഞ്ഞ സമയമാണ്. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ കണ്ടറിയുന്നു. ചെറിയ രീതിയിലൊക്കെ സിനിമയിലോ സീരിയലിലോ ഒക്കെ മുഖം കാണിച്ചിട്ടുള്ളവര്, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലേക്ക് നിങ്ങളൊരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അറിയപ്പെടുന്ന ഒരു രീതിയിൽ നടനോ നടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ കലാരംഗത്ത് പ്രശസ്തി നേടുന്നുണ്ട്. അതേപോലെ കലാരംഗത്ത് ഇല്ലാത്തവരാണ്, ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാണെങ്കിൽ ജോലി സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന, അപ്രിസിയേഷൻ, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നു, ഗുഡ് ജോബ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം കൂടിയിട്ടാണ്. അപ്പൊ പൊതുവിൽ ജോലിയിലും അത് ആ ഒരു സന്തോഷവും നിലനിൽക്കുന്നു. കുടുംബ അന്തരീക്ഷം ആ സന്തോഷം, മൊത്തത്തില് നിങ്ങൾക്കൊരു മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്ന അങ്ങനെ ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ 6 of Pentacles and Chariot എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷവും ഒക്കെ, ജോലിയിൽ സന്തോഷവും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് പൊതുവെ ഒരു മനസ്സമാധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ അതായത് മാനുഷികമായിട്ടുള്ള പരിഗണനകൾ കൂടുതലുള്ള സമയമാണ്. അതായത് പൊതുവെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് വാങ്ങിക്കുമ്പോൾ മറ്റു കൈ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, കൈയച്ചു മറ്റുള്ളവരെ സഹായിക്കുന്നു. അത് എപ്പോഴും സാമ്പത്തികം തന്നെ ആയിരിക്കണം എന്നില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ പ്രായമായിട്ടുള്ള ചില ആളുകൾ, ഇപ്പോ ചില രാജ്യങ്ങളിലൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾ, സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക, അവരായിട്ട് സമയം ചെലവഴിക്കുക. കാരണം ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടത് പൈസയോ മറ്റൊരു കാര്യമായിരിക്കില്ല, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ആരെങ്കിലും ആണ് വേണ്ടത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വൃദ്ധസദനങ്ങളിൽ, അതുപോലുള്ള ഇടങ്ങളിൽ ആരും സംസാരിക്കാൻ ഇല്ലാത്തടത്ത് പോയിട്ട്
അവരോടൊപ്പം സമയം ചെലവഴിക്കുക. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് അതും ചെയ്യുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കോ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായം കൂടി നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ലൊരു തുക സഹായമായിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ, അവരെ കൊണ്ട് പറ്റുന്ന സമയത്ത് തിരിച്ചു തരാ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ സഹായിക്കുന്നു. അതേപോലെ വാഹനയോഗം കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസം ഒരുപക്ഷെ നിങ്ങൾ ബൈക്കോ മറ്റോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൈക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരവും ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നു, അതിനു വേണ്ടിയിട്ട് സാധ്യമായിട്ടില്ല എങ്കിൽ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ഒരു സംതൃപ്തിയും സന്തോഷവും കൂടി ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഉള്ള ഒരു അവസരം വരുന്നുണ്ട്. യാത്രകൾക്കുള്ള അവസരമാണ്. സന്തുഷ്ടമായിട്ടുള്ള ഒരു സന്തോഷമുള്ള സാഹചര്യം കൂടി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത്. ഇപ്പത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉള്ള ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എപ്പോഴും ഒരു ടീം വർക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫാമിലിയിലായാലും പേഴ്സണൽ ലൈഫിലും ഒരു ടീം വർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം ഒത്തൊരുമിച്ച് ചെയ്യാം. ആ ഒത്തൊരുമയുടെ സന്തോഷവും അതിന്റെ ഒരു അനുഗ്രഹവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകൾ ഫാമിലിയായിട്ട് അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്തവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. അപ്പോ കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുക, ഫാമിലി ആയിട്ട് സമയം ചെലവഴിക്കുക, ഇങ്ങനെയുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെയധികം വിദ്യാർത്ഥികൾക്ക് ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് മാത്രമല്ല, അതേപോലെ അതായത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോ കാഴ്ചകൾ കാണാൻ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, ലോകം കാണാൻ, ഇതിനൊക്കെയുള്ള ഒരു അവസരം പലരെയും സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലവേഴ്സ് ആൻഡ് 10 of Cups എനർജിയാണ്. ബ്യൂട്ടിഫുൾ എനർജി, വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതം, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതായിരിക്കും ഈ ഒരു മാസം നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. കാരണം പൊതുവേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ടെൻഷൻസും സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും ഈ ഒരു മാസം ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലായിരിക്കണമല്ലോ സന്തോഷം ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ ഉള്ളില് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. ഈ മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷം അലയടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അതായത് വയറിന്റെ ഭാഗത്തൊക്കെ പ്രത്യേകമായിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു തണുപ്പ് തോന്നുന്നുണ്ടാവും. ഭയങ്കരമായിട്ടൊരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞായിരിക്കും കുറേശ്ശെ ഓരോ മാറ്റങ്ങൾ കണ്ടെത്തുന്നത്. ജോലിയിലെ മാറ്റങ്ങൾ, ജോലിയിലെ പ്രമോഷൻ, കുടുംബത്തില് സമയം കൂടുതൽ കുടുംബമായിട്ട് ചെലവഴിക്കുന്നതിന്റെ സന്തോഷം, കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിലെടുത്ത് നല്ല രീതിയിൽ വ്യക്തമായിട്ട് പറയാനും പറയുന്നത് കേൾക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും, നിങ്ങൾ ഏതൊരു ചിന്തയിലാണോ പറയുന്നത് അതേ ചിന്തയിൽ തന്നെ മറ്റുള്ളവർ എടുക്കാനും. ഇപ്പൊ പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ കേൾവിക്കാരൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം. പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ, ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ലൊരു സ്വരച്ചേർച്ച, നല്ല രീതിയിൽ സംസാരിക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള സമയമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്ഥലത്ത് മതപരമായിട്ടുള്ള പോകുന്നുണ്ടാവും, മല കയറി ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോകുന്നതാവാം. ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നുണ്ടാവും, വേളാങ്കണ്ണി സന്ദർശിക്കുന്നുണ്ടാവാം, ചിലപ്പോ ശബരിമലയിൽ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള മതപരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നുണ്ടാവും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ ഇപ്പോൾ പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നത്, ബെത്ലഹേം, അതുപോലെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ലൂർദ് പള്ളി, നാട്ടിലുള്ള ലൂർദ് പള്ളിയിലെ ചിലപ്പോൾ ഫ്രാൻസിൽ പോകുന്നുണ്ടാവും, ലൂർദ് പള്ളിയിൽ പോകുന്നുണ്ടാവും, ഒറിജിനൽ ലൂർദ് പള്ളിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ റോമിൽ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശസ്തമായിട്ടുള്ള
പേര്, അതായത് ഓരോ മതപരമായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളും മറ്റും, ഇപ്പോൾ ബാലി, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഓരോ മതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.